ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്ത് 79.63% പോളിംഗ് ഉണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഇനി ചേർക്കേണ്ടത് 0.2% സർവീസ് വോട്ടുകൾ. അന്തിമ കണക്ക് പുറത്തുവിടാൻ വൈകിയിട്ടില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ ഭൂരിപക്ഷം സീറ്റുകളിലും UDF മേധാവിത്വം ഉറപ്പിച്ചതായി കോൺഗ്രസ് ജില്ലാ നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ. ചാലക്കുടി, മണലൂർ, തൃശൂർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, വടക്കാഞ്ചേരി, ഗുരുവായൂർ എന്നീ സീറ്റുകളിൽ വ്യക്തമായ ആധിപത്യം നേടുമെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം. ദുരിതക്കുരുക്കിലായി ദേശീയപാത മുരിങ്ങൂർ കൊരട്ടി പ്രദേശത്തെ വാഹന ഗതാഗതം. കനത്ത വെയിലിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കേണ്ടി വരുന്നത് ദയനീയം. ഗുജറാത്ത് ജാംനഗറിലെ വൻതാര വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ അത്യാധുനിക മൃഗാശുപത്രി മാതൃകയിൽ ഗുരുവായൂരിലും പുതിയ മൃഗാശുപത്രിക്ക് സാധ്യത തെളിയുന്നു. ദേവസ്വം പുന്നത്തൂർ കോട്ടയിലെ ആനകളുടെ രോഗപരിചരണം മുൻനിർത്തിയാണ് സ്പെഷ്യാലിറ്റി മൃഗാശുപത്രി വിഭാവനം ചെയ്യുന്നത്. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരണം. ചാലക്കുടി മേലൂരിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ് വയോധികൻ മരിച്ചു. മേലൂർ സ്വദേശി നെറ്റിക്കാടൻ വീട്ടിൽ ജോർജാണ് മരിച്ചത്. അന്നകര എലവത്തൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് വയോധികന് ദാരുണാന്ത്യം. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 4 ദിവസമായിട്ടും അന്തിമ പോളിംഗ് ശതമാനം പുറത്തുവിട്ടില്ലെന്ന ആക്ഷേപം നിലനിൽക്കെ വിശദീകരണവുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. നിലവിലുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് 79.63% പോളിംഗ്. സർവീസ് വോട്ടുകൾ കൂടി വരുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ നേരിയ വർധനവ് കൂടി ഉണ്ടാകും. അന്തിമ കണക്ക് പുറത്തുവിടാൻ വൈകിയിട്ടില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. ലഭ്യമായ കണക്കനുസരിച്ച് 77.11% ജില്ലയിലെ പോളിംഗ്. ഇതിൽ 19,53,064 പേരാണ് വോട്ടിംഗ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ പേർ രേഖപ്പെടുത്തിയത് ഒല്ലൂർ മണ്ഡലത്തിലാണ്. അന്തിമ കണക്ക് വൈകിയതിനെതിരെ CPM-ഉം കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ ഭൂരിപക്ഷം സീറ്റുകളിലും UDF മേധാവിത്വം ഉറപ്പിച്ചതായി കോൺഗ്രസ് ജില്ലാ നേതൃയോഗം വിലയിരുത്തി. ചാലക്കുടി, മണലൂർ, തൃശൂർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, വടക്കാഞ്ചേരി, ഗുരുവായൂർ എന്നീ സീറ്റുകളിൽ വ്യക്തമായ ആധിപത്യം നേടുമെന്ന് യോഗം വിലയിരുത്തി. ശക്തമായ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചിട്ടുണ്ട്. ഇത് തരംഗമായി മാറിയാൽ കുന്നംകുളം, കയ്പമംഗലം, ഒല്ലൂർ, നാട്ടിക, പുതുക്കാട്, ചേലക്കര എന്നീ സീറ്റുകളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ജില്ലയിൽ UDF-ന് വിജയസാധ്യത ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ BJP LDF അന്തർധാര രൂപപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF പ്രവർത്തകർ അതിനെ ചെറുത്തു തോൽപ്പിച്ചുവെന്നും യോഗം ചൂണ്ടിക്കാട്ടി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂരിനെതിരെയുള്ള നാട്ടിക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം തുടരുന്നു. സുനിൽ ലാലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അനവസരത്തിലായിപ്പോയെന്ന് പ്രവർത്തകർ പ്രതികരിച്ചു. വ്യാപകമായ സൈബർ ആക്രമണമാണ് സുനിൽ ലാലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ ഉയർന്നത്. CC മുകുന്ദന്റെ BJP മനസ്സ് മനസ്സിലാക്കാതെ ഡൽഹിയിൽ കൊണ്ടുപോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ ശ്രമിച്ച നേതാക്കൾക്ക് ജനം തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്നായിരുന്നു സുനിൽ ലാലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ദുരിതക്കുരുക്കിലായി ദേശീയപാതയിലെ മുരിങ്ങൂർ കൊരട്ടി പ്രദേശത്തെ വാഹന ഗതാഗതം. 100 കണക്കിന് വാഹനങ്ങൾ നേരവും കാലവുമില്ലാതെ പൊരിവെയിലിൽ കെട്ടിക്കിടക്കുന്ന കാഴ്ചയ്ക്ക് തെല്ലും ശമനവുമില്ല.
പഴയ ദേശീയപാതയിലൂടെ ചെറുവാഹനങ്ങൾ തിരിച്ചുവിട്ടിട്ടും കുരുക്ക് അതിരൂക്ഷമായി തുടർന്നു. കനത്ത ചൂടിൽ ദേശീയപാതയിലെ വാഹനനിര ചാലക്കുടി പുഴപ്പാലം വരെയാണ് നീളുന്നത്. ഇരുചക്ര വാഹന യാത്രക്കാരുടെ അവസ്ഥയാണ് അതീവ ശോചനീയം. റോഡിലെ കുരുക്കിൽ ശരീരം പൊള്ളി മണിക്കൂറുകൾ നട്ടം തിരിയേണ്ട അവസ്ഥയാണ്. മുരിങ്ങൂർ, കൊരട്ടി, ചിറങ്ങര അടിപ്പാത നിർമ്മാണവും ഗതാഗത കുരുക്ക് ഇരട്ടിയാക്കി. നേരത്തെ നിർമ്മാണം ആരംഭിച്ച ചിറങ്ങര, മുരിങ്ങൂർ അടിപ്പാതകൾ മാർച്ച് 31 തുറന്നുകൊടുക്കുമെന്ന് ദേശീയപാത അതോറിറ്റി ഉറപ്പു നൽകിയെങ്കിലും നടപ്പായില്ല. പാർശ്വഭിത്തി, മീഡിയൻ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തിയാക്കാനുള്ളതാണ് തടസ്സം. അതേസമയം ചിറങ്ങരയിലെയും മുരിങ്ങൂരിലെയും മേൽപ്പാലം തുറന്നുകൊടുക്കുന്നതോടെ വേഗത്തിൽ 3 വരിയിൽ വരുന്ന വാഹനങ്ങൾ കൊരട്ടിയിൽ വലിയ കുരുക്കിലേക്കായിരിക്കും എത്തിപ്പെടുക. കൊരട്ടിയിലെ പണി തീരാൻ 1 വർഷത്തോളം എടുത്തേക്കും. 1.5 വർഷമായി യാത്രക്കാരെ ദുരിതത്തിലാക്കുകയാണ് ഈ മേഖലയിലെ കുരുക്ക്. വെറും 20 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരമാണെങ്കിലും 3/4 മണിക്കൂറോളമാണ് KSRTC പോലുള്ള വാഹനങ്ങൾ ഇവിടെ ബ്ലോക്കിൽ കുരുങ്ങിക്കിടക്കുന്നത്. TCV ചാലക്കുടി. ഗുജറാത്ത് ജാംനഗറിൽ പ്രവർത്തിക്കുന്ന വൻതാര വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ അത്യാധുനിക മൃഗാശുപത്രി മാതൃകയിൽ ഗുരുവായൂരിലും പുതിയ മൃഗാശുപത്രിക്ക് സാധ്യത തെളിയുന്നു. ദേവസ്വം പുന്നത്തൂർ കോട്ടയിലെ ആനകളുടെ രോഗപരിചരണം മുൻനിർത്തിയാണ് പുതിയ സ്പെഷ്യാലിറ്റി മൃഗാശുപത്രി വിഭാവനം ചെയ്യുന്നത്. ആശുപത്രിയുടെ വിശദ രൂപരേഖ അടിയന്തരമായി തയ്യാറാക്കുന്ന തിരക്കിലാണ് ദേവസ്വം. വൻതാരയുടെ ചുമതലയുള്ള റിലയൻസ് ന്യൂ എനർജി ലിമിറ്റഡ് ചെയർമാൻ അനന്ത് അംബാനിയുടെ ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനമാണ് ദ്രുതഗതിയിലുള്ള നീക്കത്തിന് പിന്നിൽ. വൻതാരയിലെ അത്യാധുനിക മൃഗാശുപത്രി മാതൃകയിൽ ഗുരുവായൂരിൽ മൃഗാശുപത്രി നിർമ്മിക്കാൻ സഹായം നൽകാമെന്ന് അനന്ത് അംബാനി ദേവസ്വത്തിന് വാഗ്ദാനം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി വൻതാര സന്ദർശിക്കാൻ ദേവസ്വം ഭാരവാഹികളെ അദ്ദേഹം ജാംനഗറിലേക്ക് ക്ഷണിച്ചിട്ടുമുണ്ട്. കൂടാതെ ദേവസ്വം ഗോശാലകളുടെ സമഗ്ര വികസനത്തിനും അംബാനി സഹായ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ദേശീയപാത കുറുമാലിയിൽ സ്വകാര്യ ബസ് ഉൾപ്പെടെ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ ഗതാഗത കുരുക്കിൽ പെട്ടുകിടന്ന വാഹനങ്ങളിൽ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു. കൊടകരയിൽ നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന ദേവമാത എന്ന സ്വകാര്യ ബസ് മുൻപിലുണ്ടായിരുന്ന 2 കാറിലും പെട്ടി ഓട്ടോയിലും ഇടിക്കുകയായിരുന്നു. ബസ്സിടിച്ചതിനെ തുടർന്ന് മുൻപിലുണ്ടായിരുന്ന ആളൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ മുൻപിലുണ്ടായിരുന്ന തൃശൂർ സ്വദേശികളുടെ കാറിലും പെട്ടി ഓട്ടോയിലും ഇടിച്ചാണ് അപകടം ഉണ്ടായത്. അപകടത്തിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തിനിടയാക്കിയ ബസ്സും ജീവനക്കാരെയും പുതുക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചാലക്കുടി മേലൂരിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ് വയോധികൻ മരിച്ചു. മേലൂർ നെറ്റിക്കാടൻ വീട്ടിൽ 73 വയസ്സുള്ള ജോർജാണ് മരിച്ചത്. കരുവാപ്പടി ജംഗ്ഷനിൽ വെച്ച് ചാലക്കുടിയിലേക്ക് വരുന്നതിന് ബസ്സിൽ കയറിയതാണ്. പെട്ടെന്ന് ബസ് മുന്നോട്ടെടുത്തപ്പോൾ ഡോറിന് തൊട്ടടുത്ത് നിന്നിരുന്ന ജോർജ് താഴേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അന്നകര എലവത്തൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് വയോധികൻ മരിച്ചു. വെങ്കിടങ്ങ് തൊയക്കാവ് സ്വദേശി എലവത്തിങ്കൽ വീട്ടിൽ 63 വയസ്സുള്ള സണ്ണിയാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ സണ്ണിയെ അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ പരിക്കേറ്റ എലവത്തൂർ സ്വദേശി തൊന്നൂക്കര വീട്ടിൽ സനീഷിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ പട്ടാളം മാർക്കറ്റിന് സമീപം KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തൃപ്രയാർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് തിരുവനന്തപുരത്തു നിന്ന് മാനന്തവാടിയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിന് പുറകിൽ ഇടിച്ചായിരുന്നു അപകടം. പോലീസും ഫയർഫോഴ്സും എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്
ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം. ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകൾ തുടരുന്നു. പാലിയേക്കര മണലി പാലത്തിന് സമീപം കാർ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കൊടകര സ്വദേശിയായ ഷമ്മി ഓടിച്ചിരുന്ന വാഹനമാണ് അപകടത്തിനിടയാക്കിയത്. ദേശീയപാതയോട് ചേർന്നുള്ള ഫാസ്ടാഗ് റീചാർജ് ബൂത്തിനരികിൽ നിർത്തിയിട്ടിരുന്ന കല്ലൂർ നായരങ്ങാടി സ്വദേശിയുടെ കാറിന് പുറകിലിടിച്ചാണ് കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. കല്ലൂർ പാലക്കപ്പറമ്പിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഈരാറ്റുപേട്ട സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു. വേനൽ കനത്തതോടെ ചൂടുള്ള വ്യാജ പ്രചാരണങ്ങളും സാമൂഹ്യമാധ്യമങ്ങളിൽ സജീവമാകുന്നു. ഔദ്യോഗിക മുന്നറിയിപ്പ് എന്നുള്ള തരത്തിലാണ് പ്രചരണം. ഏപ്രിൽ 29 മുതൽ മെയ് 12 വരെ താപനില 45 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ ഉയരുമെന്നും തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുതെന്നും ചൂട് മൂലം മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിക്കാം, കാറുകളിൽ ഇന്ധന ടാങ്കുകൾ മുഴുവനായി നിറയ്ക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളടങ്ങിയ പ്രചാരണമാണ് നടക്കുന്നത്. വാട്സപ്പ് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്തരം സന്ദേശങ്ങൾ വൻതോതിൽ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ഇതിൽ ആന്ധ്രാപ്രദേശിലെ വാട്സപ്പ് ചാനലിന്റെ ലിങ്കും നൽകിയിട്ടുണ്ട്. സിവിൽ ഡിഫൻസ് വകുപ്പ് എന്ന പേരിലാണ് സന്ദേശം പ്രചരിക്കുന്നത്. ഇനി വേനൽ മഴ ഉണ്ടാകില്ലെന്നും മഴ പെയ്യേണ്ട സമയത്ത് ചൂട് കൂടുകയാണ് ചെയ്യുകയെന്നും എൽ നിനോയുടെ പ്രതിഭാസമാണ് ഇതിന് പിന്നിലെന്നുമാണ് മറ്റൊരു വ്യാജ പ്രചരണം. 2026 വേനൽക്കാലത്ത് എൽ നിനോ പ്രതിഭാസമില്ല. അതിനാൽ സാധാരണയിൽ കൂടുതൽ വേനൽമഴ ലഭിക്കാനാണ് സാധ്യതയെന്നാണ് അന്താരാഷ്ട്ര ദേശീയ കാലാവസ്ഥാ ഏജൻസിയുടെ നിരീക്ഷണം. എന്നാൽ ഇതിന് നേർ വിപരീതമായാണ് വാട്സാപ്പ് പ്രചരണം. മൺസൂൺ കാലയളവിലാണ് ഇത്തവണ എൽ നിനോ പ്രതിഭാസം പ്രവചിക്കപ്പെടുന്നത്. അതിനാൽ ഇത്തവണ വേനൽ മഴ കുറയാൻ സാധ്യതയില്ല. കേരളത്തിൽ താപനില 54 ഡിഗ്രിയാകുമെന്ന പ്രവചനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും പുറത്തിറക്കിയിട്ടില്ല. വ്യാജ പ്രചരണങ്ങളിൽ വിശ്വസിക്കരുതെന്നും ഇത്തരം വാർത്തകൾ ഷെയർ ചെയ്യരുതെന്നും അധികൃതർ അറിയിച്ചു. TCV കൊടുങ്ങല്ലൂർ. തൃശൂർ ചേറ്റിപ്പുഴയിൽ അയൽവാസിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ വിധിച്ചു. പള്ളത്ത് വീട്ടിൽ ഷിബിനെയാണ് തൃശൂർ 1-ാം അഡീഷണൽ കോടതി ജില്ലാ ജഡ്ജി കെ കാമിനീഷ് ശിക്ഷിച്ചത്. 2021 വിഷു ദിവസമായിരുന്നു കേസിനാസ്പദമായ സംഭവം. അയൽവാസിയും ബന്ധുവുമായ പൊന്മട്ട വീട്ടിൽ തങ്കാമകൻ രജുവിനെയാണ് കുത്തിക്കൊലപ്പെടുത്തിയത്. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ, അഡ്വക്കേറ്റ് ലിജി മധു എന്നിവർ കോടതിയിൽ ഹാജരായി. തൃശൂർ അതിരൂപത മുൻ വികാരി ജനറലും ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് സ്ഥാപക ഡയറക്ടറുമായിരുന്ന ഫ്രാൻസിസ് ആലപ്പാട്ടച്ചനെ അനുസ്മരിച്ച് സാംസ്കാരിക നഗരി. ദൈവത്തെയും രോഗികളെയും പാവങ്ങളെയും ഒരുപോലെ സ്നേഹിച്ച വ്യക്തിയായിരുന്നു ആലപ്പാട്ടച്ചനെന്ന് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അനുസ്മരിച്ചു. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും മികച്ച ചികിത്സയും വിദ്യാഭ്യാസവും നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തിന്റേത്. എന്തിലും പ്രകൃതിയെ സ്നേഹിക്കാനും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നുവെന്നും മാർ താഴത്ത് അഭിപ്രായപ്പെട്ടു. മേയർ എന്ന തന്റെ റോൾ മോഡൽ ആലപ്പാട്ടച്ചനാണെന്ന് തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്നേഹപൂർവ്വം ഡയാലിസിസ് പദ്ധതിയാണ് കോർപ്പറേഷനിൽ സമാന പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ പ്രചോദനമായതെന്നും മേയർ വ്യക്തമാക്കി. അതിരൂപത സഹായ മെത്രാൻ മാ ടോണി നീലങ്കാവിൽ ആലപ്പാട്ടച്ചന്റെ പേരിലുള്ള റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ സെന്ററിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ, TS പട്ടാഭിരാമൻ, ജോയ് ആലുക്കാസ് തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു.
ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന്റെയും ജൂബിലി ഫ്രട്ടേണിറ്റിയുടെയും തൃശൂർ പൗരാവലിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. രോഗികളെ സ്നേഹിച്ചു. ഡയറക്ടറായി അവിടുന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ബുധനാഴ്ച പുലർച്ചെ 2:55 മുതൽ 3:55 വരെയാണ് കണി ദർശനം. പുലർച്ചെ 2-ന് മേൽശാന്തി TM നാരായണൻ നമ്പൂതിരിയും കീഴ്ശാന്തിമാരും കുളിച്ചുവന്ന് ശ്രീലകവാതിൽ തുറക്കും. നാളികേരം മുടച്ച് തിരിയിട്ട് തെളിയിച്ച് ഓട്ടുരുളിയിലെ കണിക്കോപ്പുകൾ ഉയർത്തിപ്പിടിച്ച് മേൽശാന്തി കണ്ണനെ കണി കാണിക്കും. കെടാവിളക്കിലെ തിരി നീട്ടി കണ്ണന്റെ കയ്യിൽ വിഷു കൈനീട്ടം നൽകും. ആലവട്ടവും വെഞ്ചാമരവും നെറ്റിപ്പട്ടവും അലങ്കരിച്ച് സ്വർണ്ണപീഠത്തിൽ കണിക്കോപ്പുകളും കണ്ണന്റെ തങ്കത്തിടമ്പും എഴുന്നള്ളിച്ച് മുഖമണ്ഡപത്തിൽ വയ്ക്കും. വിളക്കുകൾ തിരിനീട്ടി തെളിയിച്ച് എല്ലാവരും പുറത്തിറങ്ങും. തുടർന്നാണ് ഭക്തർക്ക് കണി കാണാനുള്ള അവസരം. കണി ദർശനം കഴിഞ്ഞവർക്ക് മേൽശാന്തി വിഷു കൈനീട്ടം നൽകും. വിഷുവിളക്ക് സമ്പൂർണ്ണ നെയ്വിളക്കായാണ് ആഘോഷിക്കുന്നത്. ഇടയ്ക്ക നാഗസ്വരത്തോടെ വിളക്കാചാരം, മേളത്തോടെ എഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടാകും. ഭക്തർക്ക് വിഷു സദ്യയും നൽകും. ശ്രീകോവിൽ നെയ്വിളക്ക് വഴിപാട് ഷീട്ടാക്കുന്ന ഭക്തർക്കുള്ള ദർശനം രാവിലെ 7 മുതലാകും. തിരക്കേറിയാൽ നെയ്വിളക്ക് ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും ദേവസ്വം അധികൃതർ അറിയിച്ചു. തൃശൂർ കോർപ്പറേഷനിൽ വൈദ്യുതി ബിൽ വൈകിയത് മൂലം സാധാരണക്കാർക്കുണ്ടാകുന്ന നഷ്ടത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് TR ഹിരൺ ആവശ്യപ്പെട്ടു. കോർപ്പറേഷൻ വിതരണം ചെയ്യുന്ന പഴയ മുനിസിപ്പൽ പ്രദേശത്തെ വൈദ്യുതി ബിൽ സമയബന്ധിതമായി നൽകുന്നതിൽ വീഴ്ച വന്നതിന്റെ ഭാഗമായി സാധാരണക്കാർക്ക് അമിതമായ വൈദ്യുതി ബില്ലാണ് നിലവിൽ വന്നിട്ടുള്ളത്. കൃത്യമായ ഇടവേളകളിൽ വരേണ്ട വൈദ്യുതി ബിൽ 5 മുതൽ 10 ദിവസം വരെ വൈകിയാണ് കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം നൽകിയത്. അതുമൂലം വൈദ്യുതി ഉപയോഗത്തിന്റെ സ്ലാബ് സിസ്റ്റം മാറുകയും അമിതമായ നിരക്ക് ഉപഭോക്താവിന് വരികയും ചെയ്തു. ഇതിന് കാരണം കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുണ്ടായ അലംഭാവമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് TR ഹിരൺ മേയർക്ക് പരാതി നൽകി. വിൽപ്പനയ്ക്കായി ലോറിക്കുള്ളിൽ ബാഗിൽ ഒളിപ്പിച്ച് 7 കിലോഗ്രാം ഹാഷിഷ് ഓയിൽ കടത്തിയ കേസിലെ പ്രതികൾക്ക് 15 വർഷം വീതം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മാള ഗുരുതിപ്പാല സ്വദേശി കാട്ടുപറമ്പിൽ KS സുമേഷ്, മാള പഴൂക്കര സ്വദേശി കുന്നുമേൽ സുജിത്ലാൽ എന്നിവരെയാണ് തൃശൂർ 3ാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി അന്യാസ് തയ്യിൽ ശിക്ഷിച്ചത്. പിഴയടയ്ക്കാത്ത പക്ഷം 1 വർഷം അധിക തടവ് അനുഭവിക്കേണ്ടിവരും. 2022 കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KP അജയ്കുമാർ കോടതിയിൽ ഹാജരായി. പടിഞ്ഞാറെ ചാലക്കുടിയിൽ അതിഥി തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു. വെസ്റ്റ് ബംഗാൾ സ്വദേശി 30 വയസ്സുള്ള നൂർ ആലമാണ് മരിച്ചത്. ആലുക്ക ബിജു എന്നയാളുടെ തോട്ടവീതിയിലെ ഔട്ട് ഹൌസിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ വയറിൽ നിന്നും വൈദ്യുതാഘാതം ഏൽക്കുകയുമായിരുന്നു. ഒപ്പമുള്ളവർ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കണിക്കൊന്നയും കണിവെള്ളരിയും ഒരുക്കി ഒരു വിഷുദിനം കൂടി വരവായി. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ വിഷുദിനാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ടുലിപ്സ്, എവറി ബ്യൂട്ടി സൊല്യൂഷൻ അണ്ടർ എ സിംഗിൾ അംബ്രല്ല. ഹായ്, വിഷു ഒക്കെ അല്ലേ വരുന്നത്? നമ്മുടെ ടുലിപ്സിൽ പുതിയ കുറെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്നല്ലേ? ടുലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞാലും ഡീറ്റ് ആൻഡ് പാക്ക് ഫ്രീ ആയിരിക്കും. അത് മാത്രമല്ല, പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്ത് കഴിഞ്ഞാലും ഡീറ്റ് ആൻഡ് പാക്ക് ഫ്രീ ആയിരിക്കും. അപ്പൊ ഈ ഓഫേഴ്സ് ആരും മിസ്സാക്കണ്ട. എത്രയും പെട്ടെന്ന് ടുലിപ്സിലേക്ക് വന്നോളൂ. ടുലിപ്സ്, എവറി ബ്യൂട്ടി സൊല്യൂഷൻ അണ്ടർ എ സിംഗിൾ അംബ്രല്ല. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ.
ഇനി വിഷു കാഴ്ചകളുമായി കണി കാണും നേരം. വിഷു ഒരു കാർഷികോത്സവമാണ്. ഓണം പൂക്കാലമാണെങ്കിൽ പച്ചക്കറികളും ഫലമൂലാദികളും വിളവെടുത്ത് താലങ്ങളും കുട്ടകളും വട്ടികളും നിറയ്ക്കുന്നതാണ് വിഷു. കൊയ്ത്ത് കഴിഞ്ഞ് പാടങ്ങളിൽ നിറയെ പച്ചക്കറി വിളയുന്ന കാലമാണ് വിഷുപ്പിറവിക്ക് തൊട്ടു മുൻപുള്ള മാസങ്ങൾ. കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങൾ തരിശിടാതെ പയറും പാവലും പടവലവും സ്വർണ്ണ നിറമാർന്ന വെള്ളരിയും എന്നുവേണ്ട മിക്കവാറും എല്ലാത്തരം പച്ചക്കറികളും വിളയിച്ച് അവ വിളവെടുക്കുന്ന കാലമാണ് വിഷുക്കാലം. കണിത്താലത്തിൽ കണിയൊരുക്കാൻ ചക്ക, മാങ്ങ എന്നിങ്ങനെയുള്ള നമ്മുടെ സ്വന്തം കനികൾ തയ്യാറാവുന്നതും കിഴങ്ങുകളും മഞ്ഞൾ, ഇഞ്ചി, കുരുമുളക് തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളും വിളവെടുപ്പിന് പാകമാവുന്നതും ഇക്കാലത്താണ്. നാട്ടിൽ കിട്ടുന്നതായ എല്ലാവിധം പഴങ്ങളും പച്ചക്കറികളും കേരളീയരുടെ കണിത്താലത്തിൽ നിറയുന്നു. മേടസംക്രാന്തിയാവുമ്പോഴേക്കും അടിമുടി പൂത്തൊലയുന്ന കണിക്കൊന്ന, പഴുക്കച്ചക്ക, മാങ്ങ, നാളികേരം, വിവിധയിനം പഴങ്ങൾ, അങ്ങനെ എല്ലാത്തരം മംഗളവസ്തുക്കളും കണിയൊരുക്കുന്നു. അതിലെല്ലാം തീരെ കുറയാത്ത പ്രാധാന്യം കാർഷിക വിഭവങ്ങൾക്ക് നൽകുന്നു. വിഷുവിന് കൃഷിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ആചാരങ്ങളും നിലനിന്നിരുന്നു. അതിൽ പ്രധാനമാണ് കൃഷി ആയുധ പൂജ. കൃഷിക്ക് ഉപയോഗിക്കുന്ന കൈക്കോട്ട്, അരിവാൾ, കലപ്പയുടെ കരി എന്നിവ കഴുകി വൃത്തിയാക്കി വിഷുദിനത്തിൽ ഉച്ച കഴിഞ്ഞാൽ ആയുധങ്ങളിൽ ചന്ദനം, സിന്ദൂരം എന്നിവ തൊടുവിച്ച് കൊന്ന പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ച് പൂജിച്ചതിന് ശേഷം ഈ കൃഷി ആയുധങ്ങൾ കൊണ്ട് പാടത്ത് ചാലെടുത്ത് ധാന്യങ്ങളുടെയും പച്ചക്കറികളുടെയും വിത്തുകൾ നടുന്നതാണ് പ്രധാന ആചാരം. ഇതിന് കൈക്കോട്ട് ചാലിടുകയെന്നാണ് പറയുന്നത്. പ്രാദേശികമായി ആചാരങ്ങളിലും പേരുകളിലും വ്യത്യാസം കണ്ടുവരുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ വിഷുദിനത്തിൽ കന്നുകാലികളെ കുളിപ്പിച്ച് കുറി തൊടുവിച്ച് അവയ്ക്ക് നിറയെ ഭക്ഷണം നൽകി അവയെ ഉപയോഗിച്ച് നിലം ഉഴുത് പുതിയ കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് പുതുവർഷത്തിൽ കൃഷിക്ക് തുടക്കമിടുന്നു. ഇങ്ങനെ ഉഴുത ചാലിൽ അവൽ, മലർ, അട എന്നിവ നേർദിക്കുന്ന പതിവുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. വിഷുവിനോടനുബന്ധിച്ച് വീടുകളിൽ കണി കാണാൻ വയ്ക്കുന്ന കൃഷ്ണ വിഗ്രഹങ്ങൾക്ക് ഇത്തവണ വിപണിയിൽ ക്ഷാമം. ഗൾഫ് മേഖലയിലെ യുദ്ധഭീഷണിയാണ് ക്ഷാമം നേരിടാൻ കാരണം. വിഗ്രഹ നിർമ്മാണത്തിന് ആവശ്യമായ ഫൈബർ ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കളും നിറം നൽകുന്നതിനുള്ള സീലർ, മെലാമിൻ, ഗോൾസി, ടിന്നർ, പശ, പെയിന്റ് തുടങ്ങിയവയും സാധാരണയായി ചൈനയിൽ നിന്നാണ് കണ്ടെയ്നർ മാർഗം എത്തുന്നത്. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കടൽ ഗതാഗതത്തിലെ അനിശ്ചിതത്വവും ചില തുറമുഖങ്ങളിലെ നിയന്ത്രണങ്ങളും കാരണം കഴിഞ്ഞ 2 മാസമായി ഈ വസ്തുക്കളുടെ ഇറക്കുമതി കുറഞ്ഞതോടെ പ്രാദേശിക വിഗ്രഹ നിർമ്മാണം ഏറെക്കുറെ നിലച്ചിരിക്കുകയാണ്. നേരത്തെ ഓർഡർ എടുത്ത പല ശില്പികൾക്കും സമയബന്ധിതമായി ഇവ വിതരണം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. മൊത്ത വ്യാപാരികളിലെ പഴയ സ്റ്റോക്കുകൾ പോലും ഇതിനകം വിറ്റഴിഞ്ഞതായി വ്യാപാരികൾ പറഞ്ഞു. സാധാരണയായി വിഷുവിന് മുന്നോടിയായി 100 കണക്കിന് കൃഷ്ണരാധ വിഗ്രഹങ്ങളാണ് വിപണിയിൽ എത്താറുള്ളത്. എന്നാൽ ഇത്തവണ ഫെബ്രുവരി അവസാനം മുതൽ അസംസ്കൃത വസ്തുക്കളുടെ വരവ് നിലച്ചതോടെ വിപണിയിൽ ഇവയുടെ വലിയ കുറവാണ് അനുഭവപ്പെടുന്നത്. വിഷുക്കണിക്കായി മികച്ച മനോഹരമായ വിഗ്രഹങ്ങൾ വാങ്ങാൻ കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഇത് ആശങ്കയുണ്ടാക്കുകയാണ്. തൃശൂർ ജില്ലയിലെ കുന്നംകുളം, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് സംസ്ഥാനത്തുടനീളം വിഗ്രഹങ്ങൾ വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ വ്യാപാരികൾക്ക് ആവശ്യമായ വിഗ്രഹങ്ങൾ ലഭിക്കാതെ മടങ്ങേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. ഗൾഫ് മേഖലയിലെ യുദ്ധഭീഷണി കേരളത്തിലെ ചെറുകിട വ്യവസായങ്ങളെയും നിരവധി തൊഴിലാളികളുടെ ഉപജീവനത്തെയും അനിശ്ചിതത്വത്തിലാക്കുകയാണ്. TCV കുന്നംകുളം. വിഷുവിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇരിങ്ങാലക്കുട ചന്തക്കുന്നിൽ പ്രവർത്തിക്കുന്ന പടക്കക്കടയിൽ വൻ തിരക്ക്. നിരവധി പുതിയ മോഡൽ പടക്കങ്ങളും വിലക്കുറവുമാണ് തിരക്കിന് കാരണം. രാവിലെ മുതൽ നീണ്ട വരിയാണ് അനുഭവപ്പെടുന്നത്. ജില്ലയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള നിരവധി പേരാണ് ഇവിടെ പടക്കങ്ങൾ വാങ്ങാൻ എത്തുന്നത്. ദേശമംഗലം കടുകശ്ശേരിയിൽ വീടിനുള്ളിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത നീങ്ങി. വയോധികയുടെ മരണം ഹൃദയസ്തംഭനം മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വയോധികയുടെ സ്വർണം നഷ്ടപ്പെട്ടെന്ന ആരോപണത്തിൽ മാല ഇവർ തന്നെ പണയം വെച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ബന്ധുക്കളുടെ പരാതി പ്രകാരം വള നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് കടുകശ്ശേരി സ്വദേശിനി തച്ചോത്ത് വീട്ടിൽ 70 വയസ്സുള്ള സഫിയയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
അഗ്രി ടൂറിസം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിൽ സ്വീകരിച്ച നിക്ഷേപ തുക മടക്കി നൽകാതെ നിക്ഷേപകരെ വഞ്ചിച്ച കേസിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. തൃശൂർ എൽത്തുരുത്ത് സ്വദേശി പറത്താള വീട്ടിൽ മുരളീധരൻ, മക്കളായ അഖിൽ മുരളി, ആഷിഖ് മുരളി, മുരളീധരന്റെ ഭാര്യ രാജേശ്വരി, അഖിലിന്റെ ഭാര്യ അഞ്ജു എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് PS ശശികുമാർ തള്ളി ഉത്തരവായത്. തൃശൂർ കിഴക്കേക്കോട്ട ആസ്ഥാനമായ അഗ്രി ടൂറിസം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിൽ പ്രതികൾ നിക്ഷേപം സ്വീകരിച്ച് കാലാവധി പൂർത്തിയായപ്പോൾ മടക്കി നൽകിയില്ലെന്നായിരുന്നു ആരോപണം. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KP അജയ്കുമാർ കോടതിയിൽ ഹാജരായി. അതിരപ്പിള്ളി പിള്ളപ്പാറ പള്ളിക്ക് സമീപം കാട്ടാനിയിറങ്ങി. തിങ്കളാഴ്ച പുലർച്ചെ പള്ളിമുറ്റത്തെത്തിയ കൊമ്പൻ മാവ് മറിച്ചിടാൻ ശ്രമിച്ചു. ഒരാഴ്ചയായി പരിസരത്ത് സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്നുണ്ട്. ഫിയാത്ത് മിഷൻ സംഘടിപ്പിക്കുന്ന GGM ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷന് തുടക്കമായി. ശംഷാബാദ് അതിരൂപത അധ്യക്ഷൻ മാർ പ്രിൻസ് പാണങ്ങാടൻ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിവിധ മിഷൻ രൂപതകളിൽ നിന്നുള്ള ബിഷപ്പുമാർ സഹകാർമ്മികരായി. തുടർന്ന് കൊഹിമ രൂപത അധ്യക്ഷൻ ബിഷപ്പ് ജെയിംസ് തോപ്പിൽ എക്സിബിഷൻ ഹാൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഫിയാത്ത് മിഷൻ രക്ഷാധികാരി കൂടിയായ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ, ഹൊസൂർ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ പൊഴോലിപ്പറമ്പിൽ, ഇറ്റാനഗർ ബിഷപ്പ് ഡോക്ടർ ബെന്നി വർഗീസ് എടത്തട്ടേൽ, CMI സഭ ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് നന്ദിക്കര, ജെറുസലേം ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡേവീസ് പട്ടത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഫിയാത്ത് മിഷൻ സംഗമം 19-ന് സമാപിക്കും. അവധിക്കാലത്ത് ആർത്തുല്ലസിക്കാൻ വീണ്ടും കൂടപ്പുഴ തടയണ. കുട്ടികളും യുവാക്കളും എന്നുവേണ്ട പ്രായഭേദമന്യേ ഇവിടെ ജനം ഒത്തുചേരുകയാണ്. കൂട്ടുകാരോടൊപ്പമോ കുടുംബസമേതമായോ ആണ് ആളുകളുടെ വരവ്. വൈകിട്ട് 3 മണി മുതൽ സ്വദേശ വിദേശ സഞ്ചാരികൾ എത്തിത്തുടങ്ങും. കളിച്ചും കുളിച്ചുമുള്ള സല്ലാപം സന്ധ്യ വരെ നീളും. കൊടും ചൂടിൽ നിന്നുള്ള രക്ഷപ്പെടലിന്റെ ആശ്വാസവുമായാണ് സ്ത്രീകളടക്കമുള്ളവരുടെ മടക്കം. 2 പതിറ്റാണ്ടായുള്ള ഈ ഇടക്കാല വിനോദസഞ്ചാരം മഴക്കാലം വരെ നീളും. ചാലക്കുടി പുഴയിലെ കൂടപ്പുഴ ആറാട്ടുകടവിൽ പുഴയ്ക്ക് കുറുകെ തടയണ കെട്ടുമ്പോൾ പ്രദേശത്തെ ജലസേചന സൗകര്യം മാത്രമായിരുന്നു സർക്കാർ ലക്ഷ്യം. ആദ്യമൊക്കെ തൊട്ടടുത്തുള്ളവർ വൈകുന്നേരങ്ങളിൽ നേരം പോക്കിനായി തടയണയിൽ എത്തുമായിരുന്നു. കണ്ടും കേട്ടുമറിഞ്ഞ് ഇവിടെ എത്തുന്ന ജനങ്ങളുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി. ഇപ്പോൾ 200ഓളം പേർ കടവിൽ സ്ഥിരമായി എത്തുന്നുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ അത് 500-ലധികം ഉയരും. അപകടങ്ങൾക്ക് കുപ്രസിദ്ധം കൂടിയാണ് കൂടപ്പുഴ ആറാട്ടുകടവ്. പല ഘട്ടങ്ങളിലായി നിരവധി ജീവനുകൾ ഇവിടെ പൊലിഞ്ഞിട്ടുണ്ട്. നീന്തുന്നതിനിടെ കൈകാലുകൾ കുഴഞ്ഞ് തടയണ ഷട്ടറുകളുടെ അടിയിൽപ്പെട്ട് ഇങ്ങനെ പലതരം അപകടത്തിലായി മരിച്ച ആളുകൾ നിരവധിയാണ്. അശ്രദ്ധ തന്നെയാണ് പ്രധാന വില്ലൻ. തടയണയുടെ ഷട്ടറുകൾക്കടുത്ത് നിൽക്കുന്നതും നീന്തുന്നതും അപകടം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. അടിയൊഴുക്കിൽ കുടുങ്ങിയാൽ പിന്നെ രക്ഷപ്പെടൽ അസാധ്യവും. ഈ മുന്നറിയിപ്പൊന്നും പക്ഷേ ആരും മുഖവിലക്കെടുക്കാറില്ല. അപകട മേഖല എന്ന് സൂചിപ്പിക്കുന്ന ഫയർഫോഴ്സിന്റെ മുന്നറിയിപ്പ് കടവിന്റെ മുൻഭാഗത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. TCV ചാലക്കുടി. തന്ത്രി സമാജം മധ്യമേഖലാ കമ്മിറ്റി തയ്യാറാക്കിയ കൊല്ലവർഷം അടിസ്ഥാനമാക്കിയ കലണ്ടർ പ്രകാശനം ചെയ്തു. വടക്കുന്നാഥ സന്നിധിയിൽ നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രന് നൽകി. സമാജം മധ്യമേഖലാ പ്രസിഡന്റ് പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിപ്പാട് പ്രകാശനം ചെയ്തു. മഠത്തിൽ മുണ്ടയൂർ ദിവാകരൻ നമ്പൂതിരി ചടങ്ങിൽ സന്നിഹിതനായി. സ്വർണ്ണ വജ്രാഭരണങ്ങളുടെ കമനീയ ശേഖരവും ആകർഷകവുമായ ഓഫറുകളുമായി വിഷു അക്ഷയതൃതീയ ആഘോഷങ്ങളെ വരവേൽക്കാൻ സ്വർണ്ണാഭരണ ഉത്സവമൊരുക്കി തൃശൂർ SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിപണന രംഗത്ത് 3.5 പതിറ്റാണ്ടിലേറെ പാരമ്പര്യവുമായി തൃശൂർ പുത്തൻപള്ളിക്ക് പിറകിലുള്ള SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വിഷു അക്ഷയ തൃതീയ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഓരോ പർച്ചേസിനും സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും വിവാഹ പാർട്ടികൾക്കായി പ്രത്യേകം പാക്കേജുകളുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. നവീന മാതൃകകളിലും പരമ്പരാഗത മാതൃകകളിലുമുള്ള വൈവിധ്യമാർന്ന ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ബ്രൈഡൽ കളക്ഷനുകൾ SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സവിശേഷതയാണ്. കൂടാതെ ആകർഷകമായ കിഴിവുകളോടെയുള്ള എക്സോട്ടിക് ഡയമണ്ട് കളക്ഷൻസ്, ഹാൻഡിക്രാഫ്റ്റഡ് ട്രെൻഡി കളക്ഷൻസ് തുടങ്ങിയവയും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പ്രത്യേകതയാണ്. 2500 രൂപ മുതൽ വിലയിലുള്ള കമനീയമായ ഡയമണ്ട് കളക്ഷൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ 2% മുതലുള്ള പണിക്കൂലിയിൽ ഇവിടെ ലഭ്യമാണ്. വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിഷുവിന്റെ കണിമലർ നൈർമല്യം മനസ്സുകളിലും അക്ഷയ തൃതീയയുടെ ഐശ്വര്യം വീടുകളിലും നിറയട്ടെ എന്ന് SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ ജസ്റ്റിൻ അഗസ്റ്റിൻ, മാനേജർ ജഗദീഷ് എന്നിവർ ആശംസിച്ചു.
കൂടൽമാണിക്യം ദേവസ്വത്തിനെതിരെ പോസ്റ്ററുകൾ പതിച്ച സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതായി ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നിർദ്ദേശപ്രകാരമാണ് ക്ഷേത്രത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. കഴക നിയമനവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ പൂജാകാര്യങ്ങൾ നടത്താൻ കഴിയില്ലെന്ന് അറിയിച്ച് തന്ത്രി കുടുംബങ്ങൾ കത്ത് നൽകിയതായും 1 വർഷത്തോളമായി ചടങ്ങുകളിൽ ഇവർ പങ്കെടുക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തന്ത്രി കുടുംബമാണ് ക്ഷേത്രകാര്യങ്ങൾ ഇപ്പോൾ നടത്തുന്നതെന്ന് ദേവസ്വം ചെയർമാൻ അറിയിച്ചു. ക്ഷേത്രോത്സവം പതിവ് പോലെയാണ് നടക്കുന്നതെന്നും മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചിലർ നടത്തുന്ന അപവാദ പ്രചരണങ്ങളാണ് ചില മാധ്യമങ്ങൾ വാർത്തയായി നൽകുന്നതെന്നും കൂടൽമാണിക്യം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി ആരോപിച്ചു. അഡ്മിനിസ്ട്രേറ്റർ രാധേഷ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ MG റോഡിൽ പ്രവർത്തിക്കുന്ന TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് പരിശുദ്ധിയുടെ പൊൻ തിളക്കവുമായി മെഗാ ഓഫറിന്റെ തൃശൂർ പൂരം. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയുന്ന അക്ഷയ തൃതീയ നാളിനെ വർണ്ണാഭമാക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുങ്ങിക്കഴിഞ്ഞു. പാരമ്പര്യ തനിമയും മോഡേൺ ട്രെൻഡുകളും ഒന്നിക്കുന്ന അക്ഷയ തൃതീയ സ്പെഷ്യൽ കളക്ഷൻ ആകർഷകമായ ഓഫറുകളോട് കൂടിയാണ് ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത്. മറ്റാർക്കും നൽകാനാവാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ BIS 916 HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എല്ലാ ഷോറൂമുകളിലും ഓഫറുകളോട് കൂടി ലഭ്യമാണ്. പുതിയ മോഡലുകളിലുള്ള നെക്ലേസുകൾ, ബ്രേസ്ലെറ്റുകൾ, ഇയറിംഗുകൾ, റിംഗുകൾ എന്നിങ്ങനെ തുടങ്ങി വൈവിധ്യമാർന്ന കളക്ഷനുകൾ ഷോറൂമിൽ സജ്ജമാക്കിയിട്ടുണ്ട്. വിവാഹം, എൻഗേജ്മെന്റ്, പേരിടൽ പോലുള്ള ചടങ്ങുകളിൽ ഇടനിലക്കാരില്ലാതെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും സ്വന്തമാക്കാം. ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപത്സ് കേരളയുടെ തൃശൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലോക ഹോമിയോപതി ദിന ആഘോഷവും ഹോമിയോപതിയുടെ ഉപജ്ഞാതാവായ ഡോക്ടർ സാമുവൽ ഹനിമാന്റെ 271 ജന്മദിനാഘോഷവും സംഘടിപ്പിച്ചു. തൃശൂരിൽ നടന്ന പരിപാടി സംഘടന മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഗിൽബർട്ട് P. പോൾ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ KB ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ MS രത്നമ്മ ഡോക്ടർ ഹനിമാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ സന്തോഷ് മോഹൻ, ഡോക്ടർ അരുണ ഭട്ട്, ഡോക്ടർ ജോളി ജനാർദ്ദനൻ, ഡോക്ടർ അനുഷ, ഡോക്ടർ ഷംന, ഡോക്ടർ സിംന തുടങ്ങിയവർ സംസാരിച്ചു. കവിയും നിരൂപകയുമായ ശ്രീജ നടുവം എഴുതിയ എ ലിഷർ ജേർണി ടു ദ ക്രിമറ്റോറിയം എന്ന കവിതാ സമാഹാരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പ്രകാശനം സാഹിത്യ അക്കാദമിയിൽ നടന്നു. നോവലിസ്റ്റ് TD രാമകൃഷ്ണൻ പുസ്തകം പ്രകാശനം ചെയ്തു. രാജീവ് മേനോൻ ഏറ്റുവാങ്ങി. സൂരജ് രാജേഷ് ചേലാട്ട് പുസ്തക പരിചയം നടത്തി. പ്രൊഫസർ KK സുലോചന, വിവർത്തകൻ നദീം നൌഷാദ്, ശ്രീജ നടുവം, ആശാപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. മഗ്നോലിയ സിഗ്നേച്ചർ യൂണിസെക്സ് പ്രീമിയം സലൂൺ ഒല്ലൂർ പള്ളിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിന് സമീപം 3000 സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന മഗ്നോലിയ സിഗ്നേച്ചർ ബിൽഡിംഗിൽ ആരംഭിച്ച പ്രീമിയം യൂണിസെക്സ് സലൂൺ ചലച്ചിത്രതാരം നീതു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളി ജോഷുവ, കൌൺസിലർ ലിംന മനോജ്, മഗ്നോലിയ മാനേജിംഗ് ഡയറക്ടർമാരായ സുധീഷ് സുരേന്ദ്രൻ, ജാസ്മിൻ സുധീഷ്, നളിനി സുരേന്ദ്രൻ, യാദവ് കൃഷ്ണ, ശ്രീനന്ദന, ബന്ധുമിത്രാദികൾ, ജീവനക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ സന്നിഹിതരായി. തുടർന്ന് ടെലിവിഷൻ റിയാലിറ്റി ഷോ വിന്നർ ഋതു കൃഷ്ണയും സംഘവും അവതരിപ്പിച്ച മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറി. പെർമനന്റ് മൈക്രോ ബ്ലേഡിംഗ്, പെർമനന്റ് ഹെയർ എക്സ്റ്റൻഷൻ, പെർമനന്റ് നെയിൽ എക്സ്റ്റൻഷൻ, ടാറ്റു റിമൂവിംഗ്, വാട്സ് റിമൂവിംഗ്, ഇയർ ലോബിംഗ് എന്നിവ മഗ്നോലിയയുടെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റുകളാണ്. കൂടാതെ ഹൈഡ്ര കാർബൺ ഫോട്ടോ ഫേഷ്യൽ, കൊറിയൻ സ്കിൻ ടൈറ്റനിങ്, സ്കിൻ ബ്രൈറ്റനിങ്, ആന്റി ഏജിംഗ് ഉൾപ്പെടെയുള്ള നിരവധി ഫേഷ്യലുകളും മഗ്നോലിയയുടെ പ്രത്യേകതയാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള സൗന്ദര്യ സംരക്ഷണവും മേഖലയിൽ വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള മഗ്നോലിയയുടെ പ്രധാന സവിശേഷതയാണ്. 3000 സ്ക്വയർ ഫീറ്റിൽ മണ്ണുത്തിയിലും മഗ്നോലിയ യൂണിസെക്സ് ബ്യൂട്ടി പാർലർ പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ 9 മുതൽ രാത്രി 7 വരെയാണ് പ്രവർത്തന സമയം. കൂടുതൽ വിവരങ്ങൾക്ക് 7558904233.
ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,975 രൂപ, പവന് 1,11,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, Thrissur, near bus stand, Triprayar. സംസ്ഥാനത്ത് 79.63% പോളിംഗ് ഉണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഇനി ചേർക്കേണ്ടത് 0.2% സർവീസ് വോട്ടുകൾ. അന്തിമ കണക്ക് പുറത്തുവിടാൻ വൈകിട്ടില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ ഭൂരിപക്ഷം സീറ്റുകളിലും UDF മേധാവിത്വം ഉറപ്പിച്ചതായി കോൺഗ്രസ് ജില്ലാ നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ. ചാലക്കുടി, മണലൂർ, തൃശൂർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, വടക്കാഞ്ചേരി, ഗുരുവായൂർ എന്നീ സീറ്റുകളിൽ വ്യക്തമായ ആധിപത്യം നേടുമെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം. ദുരിതക്കുരുക്കിലായി ദേശീയപാത മുരിങ്ങൂർ കൊരട്ടി പ്രദേശത്തെ വാഹന ഗതാഗതം. കനത്ത വെയിലിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കേണ്ടി വരുന്നത് ദയനീയം. ഗുജറാത്ത് ജാംനഗറിലെ വൻതാര വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെ അത്യാധുനിക മൃഗാശുപത്രി മാതൃകയിൽ ഗുരുവായൂരിലും പുതിയ മൃഗാശുപത്രിക്ക് സാധ്യത തെളിയുന്നു. ദേവസ്വം പുന്നത്തൂർ കോട്ടയിലെ ആനകളുടെ രോഗപരിചരണം മുൻനിർത്തിയാണ് സ്പെഷ്യാലിറ്റി മൃഗാശുപത്രി വിഭാവനം ചെയ്യുന്നത്. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരണം. ചാലക്കുടി മേലൂരിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ് വയോധികൻ മരിച്ചു. മേലൂർ സ്വദേശി നെറ്റിക്കാടൻ വീട്ടിൽ ജോർജാണ് മരിച്ചത്. അന്നകര എലവത്തൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് വയോധികന് ദാരുണാന്ത്യം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.